ശ്രീ കാസിം ഇരിക്കൂർ നോക്കൂ. ഇവിടെ കോൺഗ്രസ് കേരളത്തിൽ BJP-ക്ക് ഒപ്പമാണ്. പി ജയരാജൻ ഇപ്പോൾ സൂചിപ്പിച്ചത് സുപ്രഭാതം ദിനപത്രത്തിൽ ഇക്ബാൽ വാവാഡ് എഴുതിയിട്ടുള്ള ലേഖനമാണ്. അതിൽ പറയുന്നത് ബഫക്കി സ്റ്റഡി സർക്കിൾ JNU യൂണിറ്റ് നടത്തിയ പഠനത്തിൽ നിയമസഭയിൽ 30-ലധികവും ലോക്സഭയിൽ 5 സീറ്റ് വരെയും ലീഗിന് അർഹതയുണ്ട് എന്നുള്ളതാണ്. ആ സാഹചര്യത്തിൽ പലപ്പോഴും ലീഗിന് വഴങ്ങേണ്ടി വന്നിട്ടുണ്ട്. കാരണം കോൺഗ്രസിനെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാക്കാൻ വേണ്ടി കേരളം പോലെ കോൺഗ്രസ് ജയിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് കൂടുതൽ സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കട്ടെ എന്ന്. പക്ഷേ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിന് വേറിട്ട ഒരു ചിന്താഗതി വന്നിരിക്കുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ 2014 മുതൽ 2019 വരെയുള്ള കാലഘട്ടത്തിലും 2019 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിലും പാർലമെൻറ്റിൽ വരുന്ന മുഖ്യമായിട്ടുള്ള ബില്ലുകളുടെയൊക്കെ ഉള്ളടക്കം മുസ്ലിം വിരുദ്ധമാണ് എന്നുള്ളതാണ്. അവിടെയൊക്കെ കോൺഗ്രസ് ഒന്നുകിൽ കോൺഗ്രസ് ബെഞ്ചുകളിൽ ആളില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ കോൺഗ്രസിന് പ്രത്യക്ഷ നിലപാടെടുക്കാൻ കഴിയാത്ത അവസ്ഥ. ഇതൊക്കെ പറയുമ്പോൾ താങ്കളുടെ മനസ്സിൽ പല ബില്ലുകളും കടന്നു വരുമെന്ന് ഞാൻ കരുതുകയാണ്. അവിടെയാണ് 5 ലീഗുകാരെങ്കിലും കേരളത്തിൽ നിന്ന് പോകണം എന്ന ആശയമുള്ളത്. അതിൽ 3ഓ 4ഓ ആയാലും കുഴപ്പമില്ല എന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ 2-ൽ കൂടുതൽ പറ്റില്ല എന്ന കർക്കശ നിലപാടിലേക്ക് കോൺഗ്രസ് എത്തുകയാണ്. അതിനോടാണ് യഥാർത്ഥത്തിൽ ലീഗിനിപ്പോൾ വിയോജിപ്പുള്ളത്. നോക്കൂ, ലീഗിന് 2-ൽ കൂടുതൽ സീറ്റുകൾക്ക് അർഹതയില്ലേ? ആ പോരാട്ടം ലീഗ് തുടരുമോ അതോ കീഴടങ്ങുമോ? ശ്രീ കാസിം ഇരിക്കൂർ. നേരത്തെ സഖാവ് സൂചിപ്പിച്ചതുപോലെ ചിലപ്പോൾ ഇത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി പര്യവസാനിക്കാനാണ് സാധ്യത. ലീഗിന്റെ ഇതപര്യന്ത ചരിത്രം അതാണ് കാണിക്കുന്നത്. ലീഗിന് 3 സീറ്റിന് അർഹതയുണ്ടോ 5 സീറ്റിന് അർഹതയുണ്ടോ എന്നൊക്കെ ഉള്ളത് എല്ലാവർക്കും സാമാന്യ ജനം മറുപടി നൽകുന്ന ഒരു ചോദ്യമാണ്. ഉദാഹരണമായി കോൺഗ്രസിന് 21 MLA ഉള്ളപ്പോൾ 16 സീറ്റിൽ മത്സരിക്കുന്നു. മുസ്ലിം ലീഗിന് 15 സീറ്റുള്ളപ്പോൾ 2 സീറ്റ് മാത്രം കൊടുക്കുന്നു. ഇടതുപക്ഷത്ത് CPIക്ക് 17 സീറ്റാണുള്ളത്, 4 സീറ്റ് മത്സരിക്കാൻ കൊടുക്കുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിൽ ലീഗ് ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി സ്വയം കൃതാനർത്ഥങ്ങളുടെ ശമ്പളമാണ് എന്ന് മാത്രമേ പറയാം. കാരണം കോൺഗ്രസിന് എല്ലാ കാലത്തും ഒരു അടിമപ്പണി ചെയ്യുന്ന ഒരു വിധേയത്വ മനസ്ഥിതി കഴിഞ്ഞ കുറെ കാലങ്ങളായി കൊണ്ടു നടക്കുകയായിരുന്നു. 1967 കാലഘട്ടത്തിൽ അന്ന് സപ്തമുന്നണിയുടെ ഭാഗമായി നൽകിയത് 2 സീറ്റായിരുന്നു. ആ സീറ്റിൽ നിന്ന് ഇതുവരെ മുന്നോട്ട് പോകാൻ പറ്റിയില്ല എന്നുള്ളത് വലിയ ഒരു എന്താണ് പറയേണ്ടത് കഴിവുകേട് തന്നെ. പലപ്പോഴും തന്നെ 3-ാം സീറ്റിനെ കുറിച്ച് സംസാരിക്കും. ഇലക്ഷൻ വരുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞാൽ ഏതോ രാജ്യസഭാ സീറ്റ് മറ്റൊന്നൊക്കെ പറഞ്ഞാൽ ഒഴിവാകും. അവസാനം കോൺഗ്രസ് ജയിച്ച് മുന്നോട്ട് പോകും. നേരത്തെ നികേഷ് സൂചിപ്പിച്ചതുപോലെ വർത്തമാനകാല ഇന്ത്യ ആവശ്യപ്പെടുന്നത് പാർലമെന്റിൽ ശക്തമായ മതേതര ചേരിയിൽ ശബ്ദമുണ്ടാക്കുന്ന ന്യൂനപക്ഷങ്ങൾ ഉണ്ടാകണമെന്ന. യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണ 10-16 പേര് കേരളത്തിൽ നിന്ന് പോയി. കോൺഗ്രസിന്റെ 16 MP-മാരൊക്കെ ഉണ്ടായി. എന്തെല്ലാം വിഷയങ്ങൾ വന്നു. ഇന്ത്യൻ മുസ്ലിങ്ങളെ മാത്രമല്ല മതേതരത്വത്തെ അടിസ്ഥാനപരമായി ബാധിക്കുന്ന നിരവധി വിഷയങ്ങൾ വന്നു എന്ന് വന്നപ്പോഴെല്ലാം തന്നെ ഇവരുടെ പെർഫോമൻസ് എന്തായിരുന്നു ഒന്ന് ചിന്തിച്ചു നോക്ക്. കഴിഞ്ഞ 5 വർഷത്തെ ആ ചെറിയ ഒരു ചരിത്രം എടുത്തു നോക്കിയാൽ കോൺഗ്രസ് അതിന്റെ മതേതര പ്രതിബദ്ധത പൂർണ്ണമായും നഷ്ടപ്പെടുത്തി എന്ന് കാണിക്കുന്ന കുറെ സംഭവവികാസങ്ങൾ. ഉദാഹരണമായി ഒന്ന് മാത്രം എടുക്കൂ. കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയാൻ വേണ്ടി 370 ഖണ്ഡിക എടുത്തു കളഞ്ഞപ്പോൾ അതിനെ പിന്തുണ കൊടുത്തത് കോൺഗ്രസ്. യഥാർത്ഥത്തില് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കോർ അജണ്ടയാണ് ഒന്ന് രാമക്ഷേത്രം, അത് പള്ളി പൊളിച്ച് രാമക്ഷേത്രം പണിയുക. രണ്ടാമതായി കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയുക. മൂന്നാമതാണ് ഏക സിവിൽ കോഡൊക്കെ തന്നെ. ഇത്തരം വിഷയങ്ങൾ വരുന്ന സമയത്ത് എന്തുകൊണ്ട് കോൺഗ്രസിന് MP-മാർക്ക് ശക്തമായ ഒരു എതിർപ്പുണ്ടാക്കാൻ പറ്റുന്നില്ല? ഞാൻ പലപ്പോഴും തന്നെ പറയാറുണ്ട്, CPM-ന്റെ ആ ജോൺ ബ്രിട്ടാസ് ചെയ്യുന്ന അല്ലെങ്കിൽ ജോൺ ബ്രിട്ടാസ് നടത്തുന്ന പ്രകടനത്തിന്റെ 10-1 മുസ്ലിം ലീഗുകാർക്ക് പോലും നടത്താൻ പറ്റുന്നില്ല. അവിടെ 3 മുസ്ലിം ലീഗുകാരുണ്ടല്ലോ. മുസ്ലിം ലീഗിനെയും 3 അല്ല 10 പോയിട്ടും വലിയ ഫലമില്ല എന്നാണ് കഴിഞ്ഞകാല അനുഭവങ്ങൾ തെളിയിക്കുന്നത്. വളരെ നിർണായകമായ ഘട്ടത്തിൽ അവിടെ മുസ്ലിം ലീഗിന്റെ MP-മാരെ കാണാറില്ല എന്നുള്ളതാ. പക്ഷെ അവർ ഇതൊന്നും അംഗീകരിക്കില്ല. അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഒരിക്കലും തന്നെ ന്യൂനപക്ഷത്തിന് വേണ്ടി അല്ലെങ്കിൽ മതേതരത്വത്തിന് വേണ്ടി ശബ്ദിക്കുന്ന ഒരു പ്രവണത ഇല്ല എന്നുള്ളതാണ്. ശരി, ദയവായി തുടരും.
Debate with MV Nikesh Kumar.